ഹായ് ഫ്രണ്ട്സ്, 5 ലീവ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായ ഹലുവ ഉണ്ടാക്കിയാലോ. നല്ല പഴുത്ത പപ്പായ തൊലി കളഞ്ഞത്, അതിലേക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര, ഒരു 1/2 ഗ്ലാസ് പാല് ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പാൻ ചൂടായതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കണം. നല്ലപോലെ ഇളക്കണം. ആ മിശ്രിതത്തിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി വെള്ളം ഒഴിച്ച് കലക്കി ആ മിശ്രിതവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കണം. ഇത് അടിപിടിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് നന്നായി ഇളക്കണം. തീ കുറവിലിടണം. ഇതിൽ നമുക്ക് ഏലക്കാപ്പൊടി ഇടണ്ട, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിശ്രിതം ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. അടിപിടിക്കാതിരിക്കാനാണ് ഏതു നേരം ഇളക്കണം എന്ന് പറയുന്നത്. അത് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും വറുത്തതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇളക്കി ആ മിശ്രിതം നന്നായി ഇളക്കി വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനിത് തീ ഓഫാക്കി മാറ്റിയെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം ഓഫാക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കിണ്ണത്തിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം മുകളിൽ വെളുത്ത എള്ള് വെതറാവുന്നതാണ് കേട്ടോ. എന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി പപ്പായ ഹലുവ റെഡിയാണ്. ഈ പരുവത്തിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്